Hello children, welcome to our class. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ഇംഗ്ലീഷ് മീഡിയം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് മീഡിയം ഇടാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഒന്നും കൂടിയും ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്യുക കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ എക്സ്പെരിമെന്റ് ഹു ഈസ് ഹൈഡിങ് ദെയർ, അതായത് എയർ ഒക്യുപ്പൈ സ്പേസ് എന്നുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. Take 2 glass tumblers, pack paper bits up half of each tumbler, fix a flexible straw in the second glass tumbler using a cello tape. Now immerse both the glass tumblers upside down in the water in a bucket. ഒരു വെള്ളത്തിലേക്ക്, ഒരു ബക്കറ്റിലേക്ക്. ഗ്ലാസ് ടംബ്ലറിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തത് എന്താണ്, കർച്ചീഫാണ് അല്ലേ. മുന്നേ നമ്മൾ ചെയ്തത് പേപ്പർ ബിറ്റ്സ് ആയിരുന്നു. അപ്പൊ ഇന്ന് ടീച്ചർ പറഞ്ഞത് കർച്ചീഫാണ്. ആദ്യം ചെയ്തത് കർച്ചീഫ് മാത്രം, അതായത് ഗ്ലാസ്സിൽ കർച്ചീഫ് മാത്രം വെച്ചിട്ട് ഇമ്മേഴ്സ് ചെയ്തു, അപ്സൈഡ് ഡൗൺ ആയിട്ട് ഇമ്മേഴ്സ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? കർച്ചീഫ് ഡിഡ് നോട്ട് വെറ്റ് അല്ലെ, ഡ്രൈ കർച്ചീഫാണ് നമുക്ക് ആദ്യം കിട്ടിയത്. സെക്കൻഡ് ടൈം എന്താ ചെയ്തത്? സെക്കൻഡ് ടൈം ഫ്ലെക്സിബിൾ സ്ട്രോ വെച്ചു അല്ലെ. ഫ്ലെക്സിബിൾ സ്ട്രോ വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കർച്ചീഫ് ബിക്കെയിം വെറ്റ്. അത് എന്തുകൊണ്ടാണ് കർച്ചീഫ് വെറ്റായി മാറിയത്? കർച്ചീഫ് വെറ്റായി മാറിയത് എന്തുകൊണ്ടാണ്? കണ്ടോ, to find out whether air occupies space, bucket full of water, 2 glass tumblers, flexible straw, paper, cello tape. ഈ ഒരു എക്സ്പെരിമെന്റ് ആണ് ടീച്ചർ ഇന്ന് ചെയ്തത് അല്ലെ. fill 3/4 of a bucket with water. മൂന്നിൽ 4 ഭാഗം, അതായത് ബക്കറ്റിന്റെ 3/4 ഭാഗം എന്ത് ചെയ്യണം? വെള്ളം fill ചെയ്യാം. packed paper up to half of each glass tumbler. പേപ്പറിന് പകരം ഹാൻഡ് കർച്ചീഫ് ആണ് ഉപയോഗിച്ചത്. ഫ്ലെക്സിബിൾ സ്ട്രോ വാസ് ഫിക്സ്ഡ് ടു ദ സെക്കൻഡ് ഗ്ലാസ് ടംബ്ലർ ഇൻ സച്ച് എ വേ ദാറ്റ് ഷോർട്ടർ പാർട്ട് ഓഫ് ദി സ്ട്രോ ഈസ് ഇൻസൈഡ് ദ ഗ്ലാസ് ടംബ്ലർ. ഷോർട്ടർ പാർട്ട് ഇൻസൈഡും ആ ഗ്ലാസിന്റെ ഉള്ളിലും, ലോങ്ങർ പാർട്ട് പുറത്തും, അങ്ങനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. Both the tumblers were immersed upside down to the water in the bucket. എന്നിട്ട് അത് ഇമ്മേഴ്സ് ചെയ്തു, വെള്ളത്തിന്റെ ഉള്ളിലേക്ക് വെച്ചു. While immersing the 2 glass tumblers into the water, more force has to be applied on the glass tumbler without straw attached to it. ആദ്യത്തെ ഗ്ലാസ് ചെയ്തപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അല്ലെ. കാരണം എയർ അതിൻ്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ആ ഗ്ലാസ് ഒന്ന് താഴ്ത്തിയത്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അറിയും. ഓൺലി എ ലിറ്റിൽ വാട്ടർ എൻറ്റേർഡ് ദ ഗ്ലാസ് ടംബ്ലർ. ഗ്ലാസ് ടംബ്ലറിന്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം, ഉള്ളിലേക്ക് ഫുള്ളായിട്ട് വെള്ളം കയറിയിട്ടില്ല, കുറച്ച് വെള്ളം മാത്രമേ കയറിയിട്ടുള്ളൂ. അടുത്ത ഗ്ലാസ്സിലോ എയർ ബബിൾസ് കുഡ് ബി സീൻ പാസിംഗ് ഔട്ട് ത്രൂ ദ സ്ട്രോ ഇൻ ദ അതർ ഗ്ലാസ് ടംബ്ലർ. എയർ ബബിൾസ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അല്ലെ രണ്ടാമത്തെ ഗ്ലാസ്സിൽ. അപ്പൊ എന്താണ്? മോർ വാട്ടർ എൻറ്റേർഡ് ദ ഗ്ലാസ് ടംബ്ലർ. ആ ഗ്ലാസ്സിലേക്ക് കൂടുതൽ വെള്ളം എൻറ്റർ ചെയ്യാണ് ചെയ്തത്. Hence more water entered the glass tumbler. When paper in the first glass was taken, it was not wet. ആദ്യം ചെയ്തപ്പോൾ ആ ഹാൻഡ് കർച്ചീഫ് ഡ്രൈ ആയിരുന്നു അല്ലെ. പേപ്പർ ഇൻ ദ സെക്കൻഡ് ഗ്ലാസ് ടംബ്ലർ, രണ്ടാമത് ചെയ്തപ്പോൾ എന്താണ്? ഹാൻഡ് കർച്ചീഫിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇതാണ് ഈ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചറെ സ്റ്റുഡന്റ് സ്മിത അല്ലെ 2 പ്രാവശ്യം ചെയ്തു. ഫസ്റ്റ് ടൈം the kerchief became wet. Why? Because she was careful, she was not careful അല്ലെ. she tilted her glass അല്ലെ. ഗ്ലാസ് ഒന്ന് ചെരിച്ചപ്പോൾ the water entered through the glass. ആ വെള്ളം ആ ഗ്ലാസിന്റെ ഉള്ളിലൂടെ അകത്തേക്ക് കയറാണ് ചെയ്തത് ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം എന്താ സംഭവിച്ചത്? she do it carefully അല്ലെ. രണ്ടാമത് കറക്റ്റ് ആയിട്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? she got the correct result. അപ്പോൾ why does the observation result become different? ആദ്യത്തെ ഒബ്സർവേഷൻ റിസൾട്ടും രണ്ടാമത്തെ ഒബ്സർവേഷൻ റിസൾട്ടും വ്യത്യാസപ്പെടാൻ എന്തുകൊണ്ടാണ് കാരണം? because controlling of variable is an important factor in an experiment. എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. The experiment should be done with accuracy. Be careful while doing an experiment. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ട്ടോ. അടുത്തത് ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ലെറ്റ്സ് വിസിൽ ആൻഡ് ബ്ലോ എ ബലൂൺ. വിസിൽ ഒരു
വിസിലിന്റെ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് തന്നില്ലേ ടീച്ചർ? സെക്കൻഡ് എക്സ്പെരിമെന്റ് ആണ് കേട്ടോ ഈ കുട്ടിയുടെ. അതായത് ഒരു ബോട്ടിലിന്റെ മുകളിൽ വിസിൽ വെച്ചിട്ട് ദ ബോട്ടിൽ ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ അല്ലെ, വെള്ളത്തിലേക്ക് ഇമ്മേഴ്സ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ദ വിസിൽ പ്രൊഡ്യൂസ് സൗണ്ട്. എന്തുകൊണ്ടാണ് ആ വിസിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തത്? When the plastic bottle is immersed in water, the air inside it blows out through the whistle. That is why the whistle produced sound. അല്ലെ, പ്ലാസ്റ്റിക് ബോട്ടിൽ ആ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചപ്പോൾ അതിലുള്ള എയർ പുറത്തേക്ക് പോയി. ആ വിസിലിലൂടെയാണ് പുറത്തേക്ക് പോയത്. അതുകൊണ്ടാണ് ആ വിസിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ആ എക്സ്പെരിമെന്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് why do we experience day and night? എന്തുകൊണ്ടാണ് ഡേയും നൈറ്റും ഒക്കെ സംഭവിക്കുന്നത്? The earth rotates on its axis and a part of the earth on which sunlight falls experiences day and the other part experiences night. അതായത് എർത്ത് റൊട്ടേറ്റ് ചെയ്യാൻ നമുക്കറിയാം, അതിന്റെ ആക്സിസിലൂടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യും. the part of the earth on which sunlight falls, സൺലൈറ്റ് ഫോൾ ചെയ്യുന്ന വീഴുന്ന ഭാഗത്ത് ഡേ ആയിരിക്കും. അതർ പാർട്ട്, ആ സൺലൈറ്റ് വീഴാത്ത ഭാഗത്ത് നൈറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഡേയും നൈറ്റും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അടുത്ത നോക്കാം, വാട്ട് ഈസ് എ ന്യൂ മൂൺ ഡേ? എന്താണ് ന്യൂ മൂൺ ഡേ എന്ന് പറയുന്നത്? The moon is not seen at all when the part of the moon that does not get sunlight faces the earth. This day is called new moon day അല്ലെങ്കിൽ അമാവാസി. ഓക്കെ, അതായത് മൂൺ ഇസ് നോട്ട് സീൻ അറ്റ് ഓൾ, മൂണിനെ നമുക്ക് കാണാനേ പറ്റില്ല. എപ്പോ? when the part of the moon that does not get sunlight faces the earth. എർത്തിനെ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് സൺലൈറ്റ് ഫോൾ ചെയ്യുന്നില്ലെങ്കിൽ, സൺലൈറ്റ് പതിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഭാഗത്ത് മൂണിനെ നമുക്ക് കാണാൻ പറ്റില്ല. ആ സമയത്ത് മൂണിനെ കാണാൻ പറ്റില്ല. ആ ഡേക്ക് പറയുന്ന പേരാണ് ന്യൂ മൂൺ ഡേ അല്ലെങ്കിൽ അമാവാസി അല്ലെങ്കിൽ കറുത്തവാവ്. ഓക്കെ, അടുത്ത നോക്കാം, വാട്ട് ഈസ് എ ഫുൾ മൂൺ ഡേ? ഫുൾ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? The day on which the illuminated part of the moon is fully visible from the earth is called a full moon day അല്ലെങ്കിൽ പൗർണമി അല്ലെങ്കിൽ വെളുത്തവാവ്. ഓക്കെ, അതായത് the day on which നമ്മുടെ മൂണിന്റെ the illuminated part of the moon is fully visible. നമ്മുടെ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ മൂണിന്റെ മുകളിൽ പതിക്കുന്ന ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് സൺലൈറ്റ് ഫുള്ളി മൂണിന്റെ മുകളിൽ പതിക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ മൂണിനെ നമുക്ക് ഫുള്ളി വിസിബിൾ ആയിരിക്കും, കാണാൻ പറ്റും. ഫുള്ളായിട്ട് നമുക്ക് മൂണിനെ കാണാൻ പറ്റും. ആ ഒരു ഡേക്ക് പറയുന്ന പേരാണ് ഫുൾ മൂൺ ഡേ അല്ലെങ്കിൽ പൗർണമി അല്ലെങ്കിൽ വെളുത്തവാവ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. മറക്കാതെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഓൾ പ്രസ് ചെയ്യുക കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആവുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രമേ എല്ലാവർക്കും കൂടുതൽ പേർക്ക് ഈ ഒരു വീഡിയോസ് എത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.